ഇത് കൊടുത്തിട്ടുണ്ട് ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് ഇതവണ കാണാം. ചേട്ടാ എങ്ങനെയുണ്ടായി? നല്ലൊരു പടം കേട്ടോ. നല്ലൊരു ഇൻസ്പിറേഷൻ നല്ലൊരു മൂവിയാണ്. മറ്റേ പണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ തമിഴ്നാട്ടിൽ നടന്നൊരു കലാപത്തിന്റെ കഥയാണ്. നടന്നൊരു സംഭവമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ ഒരു മലയാളം ക്യാമിയോയും വരുന്നുണ്ട്. ബേസിൽ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ലൊരു ക്ലൈമാക്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇന്റർവെൽസിന് നല്ല അഭിപ്രായമായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ശിവകാർത്തിയുടെ അടിപൊളി റോള്. അതുപോലെ തന്നെ ജയൻ രവി കിഡ്രായിട്ട് നല്ലൊരു വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട്. ജയൻ രവി അല്ല ഇപ്പം ജയമോഹൻ. ഇത്രയും നല്ല തമിഴ് പടം കണ്ടത്. കാരണം തമിഴ് പടം എന്ന് പറഞ്ഞാൽ അടിപ്പടങ്ങളായിരുന്നു. ഇത് വയലൻസ് ഉണ്ടെങ്കിലും അത് സ്ക്രിപ്റ്റ് ഡിമാൻഡിങ് വയലൻസ് ആണ്. പിന്നെ എല്ലാവരും തന്നെ പെർഫോം ചെയ്തു. ശിവകാർത്തി നന്നായി ചെയ്തിട്ടുണ്ട്. ഇത് ഹിസ്റ്റോറിക് മൂവിയാണ്, സീരിയസ് മൂവിയാണ്. ലാംഗ്വേജ് തമിഴ് ലാംഗ്വേജിൻ്റെ ഒരു ഫൈറ്റാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം തിയേറ്ററിൽ. ഇതൊരു മാസ് മസാല മൂവിയല്ല. എന്നാൽ യാതൊരു ലാഗും ഇല്ല. ഒട്ടും ബോഡിക്കില്ല. എല്ലാവരും ആക്ടേഴ്സ് പുള്ളിപ്പിള്ള നമ്മളെ പുള്ളിപ്പിള്ള ചെയ്ത പിന്നെ നമ്മുടെ എല്ലാവരും ബേസ് ജോസഫ് എല്ലാവരും ചെയ്തത്. ശിവകാർത്തികൻ നായികയാണെങ്കിലും ഓൾത്തിയാണ് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ചെയ്യാനൊന്നുമില്ല. ഇത് നടന്ന സംഭവമാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. എല്ലാവരും കൊള്ളാം. ബേസിലെ അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. വന്നപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയി. നല്ല തിയേറ്റർ മൊമെന്റ് ആയിരുന്നു അത് പെട്ടെന്ന് വന്നപ്പോൾ. ഈ രവി മോഹന്റെ നെഗറ്റീവ് റോൾ കൊള്ളാം, കുഴപ്പമില്ല, തരക്കേടില്ല. ഒരു സെന്റിമെന്റ്സ് ഒട്ടുമില്ലാത്ത രീതിയിലുള്ള വില്ലനായിട്ട് മാറിയോ? റൂട്ട്ലെസ് വില്ലനാണ്, പക്ഷെ ആൾക്കാരുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. നല്ല റൂട്ട്ലെസ് ആയ വില്ലനായിരുന്നു. പിന്നെ നമ്മൾ ചോദിച്ച ശിവകാർത്തികൻ ശ്രീലീല കോംബോ എത്രത്തോളം നമുക്ക് തിയേറ്ററിൽ വർക്ക് ആവുന്നുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല, തരക്കേടില്ല, അടിപൊളിയാണ്. തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. പടം തിയേറ്ററിൽ കണ്ടാലാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ചിലപ്പോൾ OTT കണ്ടാൽ ഈ ഫീല് കിട്ടിയെന്ന് വരില്ല. കുറച്ചുകൂടി മാസ് ക്രൗഡിന് പറ്റിയ പടമാണ്. എന്നാലും അവരെ വിഷ്വലി ആ പഴയ കാലം കാണിച്ചതൊക്കെ സൂപ്പറായിരുന്നു ആണോ? അതുപോലെ നമ്മുടെ ബേസിലിനെ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? ചിട്ടിയോ? അല്ല, നമ്മള് രവിമോഹൻ ഉണ്ടല്ലോ വില്ലനായിട്ട് ഭയങ്കര ഒട്ടും റൂട്ട്. ബേസിൽ ജോസഫിന് ക്യാമിയോ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്റർ കൈയടി ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഒരു ശ്രീലീല ശിവകാർത്തിയും കോംബോ ഒക്കെ നമുക്ക് വർക്കാവും. പാട്ട് എല്ലാ റൊമാൻസ് ഒക്കെ ഇഷ്ടപ്പെടും. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമുക്ക് ഈ പാഠപുസ്തകങ്ങൾ കൂടെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത്. ഈ പടം കാണണം, എല്ലാവരും വന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാനാമത്തെ ഈ പടം കണ്ട ശേഷം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട പൂർവ്വികരുണ്ടല്ലോ, അവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ നിലയ്ക്ക് നമ്മളിങ്ങനെ നിൽക്കാൻ സാധിക്കും എന്നുള്ളത് ഈ പടം കണ്ട ശേഷം എനിക്ക് മനസ്സിലായി. കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം കൂടി വന്നെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അവരൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ബേസിൽ ഗംഭീരമായിട്ട് എല്ലാവരും തകർത്തഭിനയിച്ചിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ റോള് നന്നായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും പറയാനില്ല. ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് റോൾ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നെഗറ്റീവ് റോളാണെങ്കിലും പക്ഷെ അത് കാഴ്ചവെക്കുമ്പോഴല്ലേ അതിൻ്റെ നന്നായിരിക്കും. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. അവിടെ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് സിനിമ കണ്ട്. താങ്ക് യു. അത്രയും നല്ലൊരു പെർഫോമൻസ് ഉണ്ട് രണ്ടാളും. ജയദേവി ആയിക്കോട്ടെ മറ്റേ ശിവകാർത്തികനായിക്കോട്ടെ, നല്ല പെർഫോമൻസ്, ഒരു രക്ഷയില്ല. ശിവകാർത്തികൻ്റെ ഒക്കെ പടം ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ ഓരോ പടങ്ങൾ കയറി വരുന്നതോറും ആളിങ്ങനെ വയലൻ്റായി വരികയാണ്. അത്രയും നല്ല സംഭവം. നമുക്കൊക്കെ ഒരുപാട് അഭിമാനിക്കാട്ടോ. നമ്മൾ കേരളത്തിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, ഏത് ജില്ലയിലായിക്കോട്ടെ, ഇന്ത്യക്ക് ഇങ്ങനത്തെ സ്വാതന്ത്ര്യം കിട്ടിക്കൊടുത്ത ഒരുപാട് പേരുണ്ട്. നമ്മളൊക്കെ മറന്നു പോണ സംഭവമാണ്. ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഉണ്ടാവണം നിന്ന് നമ്മളിവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒന്നിൻ്റെ ഒരു കുറവില്ല. പണ്ടത്തെ കാലത്തൊക്കെ ഒരുപാട് അനുഭവിച്ച ഒരുപാട് പേരുണ്ട്. നമുക്ക് വേണ്ടി ജീവൻ തന്നെ ധരിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. അത്രയും ആ കോറിയോഗ്രാഫി ഒന്നും ഒരു രക്ഷയില്ല. ക്യാമറ എല്ലാം വിജയം എല്ലാം സൂപ്പറായിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്ററിൽ. കാമിയോകള് നമ്മളെ ഇവരെ കൊണ്ടുവന്ന് മാത്രമാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളൂ. ചെറിയ ഇതേ ഉള്ളെങ്കിലും കുഴപ്പമില്ല. ക്യാമറകളൊക്കെ എല്ലാം സ്പേസിലായിക്കോട്ടെ, മറ്റുള്ള ടീമുകളായിക്കോട്ടെ ഒക്കെ എല്ലാവരും നന്നായിട്ടില്ല. പടം എപ്പോഴും തലച്ചോർന്ന് പോയിട്ടില്ല. നമുക്ക് വേണ്ടിയിട്ട് ഇത്രയ്ക്ക് ഇങ്ങനെ പോരാടി ഒരുപാട് പേരുടെ കാര്യമായിരിക്കുമ്പോഴല്ലേ ഒരുപാട് സ്ഥലങ്ങൾ കരഞ്ഞു കേട്ടോ. എന്നുവെച്ചാൽ ഇത്രയും അനുഭവിച്ചിട്ട് ഒരുപാട് നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്ന ഒരുപാട് പേരുണ്ട്.
അപ്പോൾ നിങ്ങൾ ഇത് അവിടെ ഇവിടെയും പറയുന്നത് കേട്ടിട്ടല്ല, നിങ്ങൾ മസ്റ്റ് വാച്ച് എന്തായാലും തിയേറ്ററിൽ ഒന്ന് വാച്ച് ചെയ്യണം. ഇത് OTT-ൽ വരാൻ നിൽക്കരുത്. ഈ പെർഫോമൻസ് കാണണമെങ്കിൽ തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണാം. സെൻസർ ബോർഡിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ, അപ്പൊ എവിടെയൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഡയലോഗ് എവിടെയൊക്കെ ഇല്ലല്ല, അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതിന്റെ മുന്നേ അത് കട്ട് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ മ്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇതിപ്പോൾ പണ്ട് കാലത്ത് നടന്നൊരു സംഭവമാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പോൾ നമ്മുടെ മതത്തെ പറ്റിയിട്ട് പറയുന്ന മാതിരി തന്നെ നമ്മുടെ ഭാഷേനെ പറ്റിയിട്ട് ഒരുപാട് ഇതായി കാണിക്കുന്നുണ്ട്. ഓരോ രാജ്യത്തിനും ഓരോ ഭാഷ. നമ്മൾ പഠിക്കേണ്ട ഭാഷ എല്ലാം ഏത് ഭാഷ വേണമെങ്കിലും നമ്മൾ അത് പഠിക്കാം. പക്ഷെ നമ്മുടെ മാതൃഭാഷ അത് നമുക്ക് ഒരിക്കലും കൈവിടാൻ പറ്റില്ല. അതിനെന്തായാലും ഇപ്പോൾ തമിഴായിക്കോട്ടെ, മലയാളമായിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, തെലുങ്കായിക്കോട്ടെ, ഏത് ഭാഷയായാലും അത് അവിടെ പിറന്ന മണ്ണിലുള്ള ആൾക്കുള്ള ഒരു ഭാഷയാണ് അത് വേറെ ഒരു രാജ്യത്തിനും മാറ്റി ഇടാൻ പറ്റില്ല. അതിനൊരു സ്വാതന്ത്ര്യം മേടി കൊടുത്താൽ അത് അങ്ങനെ ഒരു മൂവിയാണ് ഇത്. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തലച്ചോറൊക്കെ ചെതറിയ മാതിരി അത്രയും നല്ല പെർഫോമൻസ് ആണ് ജയനവി നെഗറ്റീവ് റോളിൽ വരുന്നുണ്ടെങ്കിലും വാവ് ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ബേസിലാണെങ്കിൽ ചെറിയ സംഭവമാണെങ്കിലും അതും പെർഫെക്റ്റാണ്, സൂപ്പറായിട്ടുണ്ട്. രോമാഞ്ചം വരുന്ന സീനൊക്കെ ഉണ്ടോ? ഒരുപാട് താരങ്ങൾ. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ജയലലിതയും ഇവനും ശിവകാർത്തികനുള്ള ഫൈറ്റ് സീനൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ഇയാളിപ്പോൾ ജയലലിതയോട് എങ്ങനെ ഫൈറ്റ് ചെയ്യും, അങ്ങനെയുള്ളൊരു കോമ്പൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ആക്ഷൻ ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം തകർപ്പും പെർഫോമൻസിൻ്റെ ആ പടം തുടങ്ങി കഴിയുമ്പോൾ അല്ലേ അങ്ങനെ കയറിയിട്ട് ലാസ്റ്റ് അങ്ങോട്ട് വലിയ വെടിക്കെട്ടോടെയുണ്ട് പടം അവസാനിക്കുന്നത്. മനസ്സ് നിറയും, കണ്ടിറങ്ങിയവരെ മനസ്സെല്ലാം നിറഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. അത്രയും പെർഫോമൻസ് ആണ്. നല്ല പടമാണ്, സൂപ്പറായിട്ട്. പഴയ കാലഘട്ടത്തെ കുറച്ചൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് നല്ല തന്നെയാണ്. പടത്തിന് എനിക്ക് മൈനസ് പറയാൻ ഒരു ഇതുമില്ല, പ്ലസ്സേ ഉള്ളൂ. അത്രയും നല്ല പെർഫോമൻസ് ആണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം.